ബാദുഷ എന്ന സ്വീറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? വളരെ സ്വാദിഷ്ടമായ ഈ ഒരു മധുരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ജ്യൂസിയും ഫ്ലേക്കിയുമായിട്ടുള്ള ബാദുഷ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കഴിച്ചിട്ട് അഭിപ്രായം പറയുമല്ലോ. ബാദുഷ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 240 ml കപ്പാണ്. ഗ്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോഡാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഞാനിതിലേക്ക് ഹോം മെയ്ഡ് ബട്ടറാണ് ചേർക്കുന്നത്, 2.5 ടേബിൾ സ്പൂൺ. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യത്തെ മിക്സിംഗ് എല്ലാം ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ചെയ്യുന്നത് നല്ലത്. ഒരു 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ മാവിലേക്കും ആ ഒരു മധുരം കിട്ടാൻ. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തു. ഒരു നുള്ള് ഉപ്പും. ഇത്രയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ലാസ്റ്റ് മാത്രം കൈകൊണ്ട് കുഴച്ചാൽ മതി. ഒരുപാട് ബലം പിടിച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് സോഫ്റ്റ് ആവില്ല, ബാദുഷ വളരെ കട്ടിയായി പോവും. ഇനി ആവശ്യത്തിന് പാല് കൂടി ഉപയോഗിക്കാം. നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരു ഡൗ ആവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യം പോലെ പാൽ കൂടി ചേർക്കാം. ഏതായാലും ആദ്യം ഒന്ന് കുഴച്ച് നോക്കട്ടെ. ഒരുവിധം നല്ല നനവുണ്ട്, നമ്മൾ വെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഏതായാലും 1 ടേബിൾ സ്പൂണോളം പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി പാലില്ലെങ്കിൽ വെള്ളമായാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. 2 കൈയിലും മാറി മാറി ഇങ്ങനെ എടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിക്സിങ് ചെയ്യുന്നത് നല്ലതാണ്. എത്രയും കുഴയ്ക്കുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ ആ കുഴയ്ക്കുന്നത് ബലം പ്രയോഗിക്കാതെ വേണമെന്ന് മാത്രം ശ്രദ്ധിക്കുക. കണ്ടോ, കുഴച്ച് വരുമ്പോൾ ഉള്ളിൽ ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം ഇരിക്കുന്നത്, വല്ലാതെ സോഫ്റ്റ് ആയിരിക്കരുത്. ഇങ്ങനെ നമുക്ക് കയ്യിലെടുത്തും വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ എല്ലാ രീതിയും കാണിക്കുന്നു മാത്രം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഇതുപോലെ ഇരിക്കണം ഉൾഭാഗം. എത്രയും കൂടുതൽ സമയം കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഇനി വേറെ രീതിയിലും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് പരത്തി കൊടുക്കുക. ബലം പ്രയോഗിക്കാതെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു നൈഫ് ഉപയോഗിച്ച് 2ആയിട്ട് കട്ട് ചെയ്യുക. ഒരു ഭാഗം മറ്റേതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. വീണ്ടും ലൈറ്റായിട്ടൊന്ന് പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം മറ്റേതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഇത് നമുക്ക് എത്രയോ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അത്രയും കൂടുതൽ ലെയേഴ്സ് അവിടെ ഉണ്ടായിക്കോളും. അപ്പോഴാണ് ബാദുഷ നല്ല സോഫ്റ്റും അതിലേക്ക് ആ പഞ്ചസാര സിറപ്പൊക്കെ നല്ലപോലെ ഇറങ്ങി വരുള്ളൂ. ഇതൊക്കെ ചെയ്യാനും നല്ല രസകരമായ ജോലിയാണ്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ലെയേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ മാവത്ര സോഫ്റ്റ് അല്ല. ഇതുപോലെ ഇരിക്കണം ഉൾഭാഗം. ഇനി ഒരല്പം വെണ്ണ ഞാനിതിൻ്റെ മുകളിൽ തടവി വയ്ക്കുകയാണ്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ്, അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചതൊന്ന് ഉരുക്കാം. 1 കപ്പ് തന്നെ കഷ്ടി വേണ്ട, ഒരു 3/4 കപ്പ് മതിയാവും. ഇതൊന്ന് ഉരുകട്ടെ. ഉരുകി ഒരു നൂൽ പാവൊന്നും ആവണ്ട.
മുമ്പൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ബാദുഷ അങ്ങനെയായിരുന്നു. ഒരു നൂൽ പാവ് വരെ ആക്കും. അപ്പോൾ നമ്മുടെ ബാദുഷയ്ക്ക് ഒരു വൈറ്റ് കോട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുക. അത് ആ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ചെയ്യില്ല. ഇങ്ങനെ ആകുമ്പോൾ ഒരു സോഫ്റ്റായിട്ടിരുന്നോളൂ. അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു കൊഴുത്ത ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് തണുത്തിരിക്കട്ടെ. ഇപ്പം നമ്മുടെ മാവും ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസാക്കി ബാദുഷ പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതിനെ ഒന്ന് 2 പാർട്ടാക്കുകയാണ്. ആദ്യത്തെ ഒരു പാർട്ടിനെ കുറച്ചുകൂടി ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സൈസാക്കി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബാദുഷ ഏത് സൈസിൽ വേണോ അതനുസരിച്ച് കട്ട് ചെയ്യാം. ഇനി ഓരോ പാർട്ടും എടുത്ത് നമുക്കിതുപോലെ ചെറിയ ബോളാക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. നടുവിലൊരു കുഴിയിട്ട് കൊടുക്കുക. ഇതാണ് ബാദുഷയുടെ ഷേപ്പ്. ഇങ്ങനെ ഓരോ ബോളും റെഡിയാക്കിയെടുക്കാം. ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ എല്ലാം റെഡിയാക്കിയ ശേഷം മാത്രം ഫ്രൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ബാദുഷ പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12 ബാദുഷയോളം കിട്ടിയിട്ടുണ്ട് 1.5 കപ്പ് മൈദയിൽ നിന്ന്. ഇനി ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്, ഒരു മീഡിയം ചൂടേ ആകാവൂ. ഇല്ലെങ്കിൽ ഉള്ളിൽ കുക്കാവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചൂടായോ എന്നറിയാനൊരു ചെറിയ പീസ് മാവ് ഇട്ട് കൊടുക്കാം. ഈ മാവ് പതുക്കെ ഇതുപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്ക് ബാദുഷ എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാവണം. കാരണം ഇത് എണ്ണയിലിട്ട് വരുമ്പോൾ ഒന്നുകൂടി വീർക്കും. ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് വെന്ത് വരട്ടെ. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ല പോലെ കുക്കായി വരണം. കണ്ട് ഇപ്പം തന്നെ ആ ഒരു ഫ്ലേക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് നേരെ ജ്യൂസിലേക്കല്ല ഇടേണ്ടത്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുക. എണ്ണയെല്ലാം പോയ ശേഷം മാത്രം ഷുഗർ സിറപ്പിലേക്ക് ഇടുക. ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. സമയമെടുത്ത് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. ആദ്യത്തെ സെറ്റ് ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 മിനിറ്റ് ഓരോ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഒരു ഷുഗർ കോട്ടിംഗ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ സമയത്ത് ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട. ഷുഗർ സിറപ്പ് 1 നൂൽ പാവാവുകയും വേണം. ഞാനിപ്പോൾ ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. അല്പം നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നല്ലൊരു ലുക്കുമാവും. അപ്പോൾ ലുക്ക് മാത്രമല്ല, വളരെ സ്വാദിഷ്ടമായൊരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.